അതുപോലെ ഇവിടെ ഇവർക്ക് പറയാവുന്നതാണ്, ഞങ്ങളുടെ മതപരമായ കാരണങ്ങൾ കൊണ്ട് പെൺകുട്ടികൾ വേദിയിൽ കയറുന്നത് ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല. മതപരമായ കാരണങ്ങൾ കൊണ്ട് പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നത് ഞങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയില്ല. മതപരമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സംഗീതം പറ്റില്ല എന്ന് തുറന്ന് പറയുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടിരുന്ന കാര്യം. എന്നാൽ ഇവർ ഇപ്പോഴും ഇതിങ്ങനെ മൂടിവെച്ച് വ്യക്തി സ്വാതന്ത്ര്യം, പഠനം, സാമൂഹ്യാഘാതം എന്തൊക്കെ പറഞ്ഞുകൊണ്ട് രസകരമായി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ മതത്തിൻ്റെ തന്നെ ഒരു സർവൈവൽ ടാക്ടിക്സ് ആണ്. കാരണം കാലം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഒരു വികാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പാറകളെ ആരാധിക്കുക, കുന്നുകളെ ആരാധിക്കുക, പ്രാദേശിക ദൈവങ്ങൾ ഉണ്ടാവുക, അവയെ ആരാധിക്കുക, ഇതൊക്കെ നിലനിന്ന് പോന്നിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു നമ്മുടെ ഭൂമി. അതിൽ ഇന്ന് ബാക്കിയായിട്ടുള്ളത് എത്ര മതങ്ങളാണ്? സമീപകാലത്ത്, അതായത് ഒരു 2000-3000 വർഷത്തിനുള്ളിൽ നിലനിൽക്കുന്ന ചില മതങ്ങൾ, ഇനി അതല്ലെങ്കിൽ പഴയ മതങ്ങളുടെ നവീകരിച്ച പതിപ്പുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ നിലവിലുള്ള മതങ്ങളും ദൈവങ്ങളുടെയൊക്കെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടനയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. അത് സ്വാഭാവികമായും ഉണ്ടാവുക തന്നെ ചെയ്യും. അത് മനുഷ്യൻ്റെ ഒരു ഭൗതികമായ വികാസത്തിൻ്റെയും ഒക്കെ ഭാഗമായി ഉണ്ടായി വരുന്നതാണ്. അതിനിടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ടാക്ടിക്സുകൾ ഇവർ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.